കുറച്ച് ചക്കയും ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ നൈസായി അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. നൈസായിട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിലാണ് നൈസായി അരിഞ്ഞ് മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കയരി അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറഞ്ഞു പോയാലും അധികം കൂടരുത്, കഴിക്കാൻ കൊള്ളില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ ഒട്ടും വിഷം ചേരാത്തതാണ് ചക്ക. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ചക്കയരി വറുത്ത് കുട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ വറുത്ത് മാറ്റുമ്പോൾ ഇതിലധികം വരുന്ന എണ്ണ കളയാനായിട്ട് നല്ലൊരു കോട്ടൺ തുണിയിലോ ന്യൂസ് പേപ്പറിലോ തട്ടി നമ്മൾക്ക് നിരത്തി വെച്ചാൽ മതി. ഒരു 5 മുതൽ 10 മിനിറ്റ് കഴിയുമ്പോഴെല്ലാം എണ്ണയെല്ലാം മാറി നല്ലതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അധികം വരുന്ന എണ്ണ ഉള്ളിൽ പോകുമോ എന്നുള്ള പേടിയും വേണ്ട. അടുത്ത സെക്ഷൻ ഞാൻ ഇട്ട് കൊടുക്കണുണ്ട്. ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് തളിച്ചു കൊടുക്കാവേ. നല്ല പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണമാണ്. മാത്രമല്ല ഇതിൻ്റെ ബ്രൗൺ കളറിലുള്ള പുറംതൊലി ക്യാൻസറിനെ ചെറുക്കുമെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ എത്ര അധികം വറുത്ത് കൊടുത്താലും കുഞ്ഞുമക്കൾ കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റുള്ള ഫുഡാണ്. അടുത്തത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റ ബൈ ബൈ.